ഇന്ന് പല കുഞ്ഞുങ്ങളിലും മാതാപിതാക്കൾ തമ്മിലുള്ള അകൽച്ചയ്ക്കിടയിൽ അനാഥത്വം അനുഭവിക്കുന്ന കുട്ടികളാണ്. അവന് കിട്ടുന്ന സ്നേഹം പോരാ, അവന് നല്ല ഭക്ഷണം കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെ അവൻ ഞങ്ങളോടൊന്ന് പറയാറുണ്ട്. അപ്പം ഞങ്ങൾക്ക് തന്നെ സങ്കടം തോന്നും. നമ്മൾ ആവശ്യവും അത്യാവശ്യവും ആഡംബരവും തിരിച്ചറിയുന്നില്ല പേരൻസ് കുട്ടികൾക്ക്. അവരുടെ ആഡംബരവും സാധിച്ചു കൊടുക്കുന്നത് കൊണ്ട് കുട്ടികൾ ശരി ഏത് തെറ്റേത് ഏത് വേണം ഏത് വേണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. മോളുടെ വീട്ടിൽ എത്ര മക്കളുണ്ട്? ഞങ്ങൾ 4 പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മീൻ മുറിച്ച് കഴിഞ്ഞാൽ 4 കഷ്ണമാക്കിയേ പറ്റൂ. മാതാപിതാക്കൾ നമ്മളോട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും അത് കുട്ടികളുടെ ആഗ്രഹം മനസ്സിലാക്കി അതനുസരിച്ച് നമ്മളോട് പറയുമ്പോഴാണ് നമുക്കത് ചെയ്യാനുള്ള ഒരു കരുതൽ, നമുക്ക് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂ. എന്നെ എൻ്റെ പപ്പയ്ക്ക് ഏത് രീതിയിലും ശാഠ്യം പിടിക്കാം, എൻ്റെ അമ്മയ്ക്ക് എന്നോട് ഏത് ടോണിലും സംസാരിക്കാം. അനുസരിക്കുക എന്നുള്ളതൊരു മകൻ അല്ലെങ്കിൽ മകൾ എന്നുള്ള രീതിയിൽ എൻ്റെ കടമയാണ് എന്നൊരു തോന്നൽ, ഒരു പ്രതികരണം, ഒരു പോസിറ്റീവ് പ്രതികരണം അത് മക്കളിൽ നിന്നുണ്ടാകുമോ? അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ലേ? എൻ്റെ പേര് ആൻമരിയ, ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നമുക്കിപ്പോൾ മക്കളെ അങ്ങോട്ടേക്ക് റെസ്പെക്റ്റ് കൊടുക്കുകയാണെങ്കിൽ അമ്മമാർക്ക് നമ്മളോട് തിരിച്ചും ഒരു സ്നേഹം ഉണ്ടാവും. അമ്മമാർ നമ്മൾ അമ്മമാരോട് ദേഷ്യപ്പെടാൻ പാടില്ല. കാരണം നമ്മളെക്കാളും മുതിർന്നവരാണ് അവർ. നമുക്ക് ജന്മം നൽകിയത് അവരാണ്. അതുകൊണ്ട് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമൊക്കെ ആവും. നമ്മൾ പപ്പയും മമ്മിയെയും റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുമ്പം അവർക്ക് ഉള്ളിൽ സങ്കടം വരും എന്ന ഒരു കുഞ്ഞ് പറഞ്ഞത് എല്ലാ മാതാപിതാക്കളുടെയും അവസ്ഥയാണ്. എല്ലാ മാതാപിതാക്കളുടെയും അവസ്ഥയാണ്. കാരണം എന്താണ്? നിങ്ങൾ അറിയുന്നേയില്ല മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകൾ എത്രയാണ് എന്ന്. ഒരു കുഞ്ഞിനും അളക്കാനാവില്ല മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കഷ്ടപ്പാട്, അധ്യാപകർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കഷ്ടപ്പാട് എത്രയാണ്. പക്ഷേ ഇന്ന് നമ്മളുടെ ബാലാവകാശ നിയമം അനുസരിച്ചും മറ്റ് പല ധാരണകളനുസരിച്ചും വിദ്യാർത്ഥികളെ തൊടാൻ പാടില്ല, വിദ്യാർത്ഥികളെ ശാസിക്കാൻ പാടില്ല, മക്കളെ ശാസിക്കാൻ പാടില്ല. മക്കളുടെ അവകാശങ്ങൾ, ബാലാവകാശമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ടതും അതുതന്നെയാണ്. സംരക്ഷിക്കാൻ വേണ്ടി നിയമങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നതും കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. എന്നാൽ എല്ലാ കാലത്തേക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങൾ ഏറ്റവും അരക്ഷിതരാവുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലം ഇതുതന്നെയാണ്. അപ്പോൾ ഈ 2 സാഹചര്യങ്ങൾക്കും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു വൈരുദ്ധ്യമുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ വർത്തമാനകാലത്തിന് ചില വൈരുദ്ധ്യമുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ബാലാവകാശ നിയമങ്ങൾ ഉണ്ടായത് ഈ ഒരു കാലത്ത്, ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതും ഈ കാലത്ത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് ബാലാവകാശ നിയമങ്ങളൊന്നും ഉണ്ടാകാതിരുന്ന സമയത്ത് മാതാപിതാക്കളുടെ തണലിലും അധ്യാപകരുടെ ശാസനയിലും കുഞ്ഞുങ്ങൾ വളരെ ചിട്ടയോടുകൂടിയൊരു മൂല്യാധിഷ്ഠിത ജീവിതം കരുപിടിപ്പിച്ചിരുന്നു. ഇന്നൊരു അധ്യാപകൻ ഒരു കുഞ്ഞിനെ ശാസിച്ചാൽ ഉടൻ തന്നെ ആ കുഞ്ഞിനോ മാതാപിതാക്കൾക്കോ കൊണ്ടുപോയി ബാലാവകാശ കമ്മീഷനിൽ കേസ് കൊടുക്കാം. പീഡിപ്പിച്ചെന്നാണ് പറയുന്നത്, അല്ലാതെ പഠിപ്പിച്ചെന്നല്ല. അധ്യാപകൻ നീ നന്നായിട്ട് പഠിക്കാതിരുന്ന മോശമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് കൈ നീട്ടി ഒരു അടി തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഠിക്കുവാനുള്ള ഒരു മോട്ടിവേഷനോ ശിക്ഷയോ ആയിട്ട് സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ഇന്ന് മക്കൾക്ക് ഉണ്ടാകേണ്ടത് തന്നെയാണ്. പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ ഉണ്ടാകുന്ന. പകരം അത് പീഡനമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതായത് ആ രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്നതിന് നമ്മുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിട്ടുണ്ട്. നേരത്തെ നമുക്ക് മാതാപിതാക്കൾ, അധ്യാപകർ, ഇങ്ങനെ 2 അധികാര സോഴ്സുകളാണ്, ഉറവിടങ്ങളാണ് നമുക്കുണ്ടായിരുന്നത്. കുട്ടികളെ സ്വാധീനിക്കുന്നത് അതുതന്നെയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മറ്റൊരു സ്വാധീന ശക്തി കൂടി ശക്തമാണ്. അത് സോഷ്യൽ മീഡിയ, മാധ്യമങ്ങൾ. ഇന്ന് നമ്മളെ സ്വാധീനിക്കുന്നതിൽ വളരെ നേരത്തെ നമ്മുടെ പിയർ ഗ്രൂപ്പ് നമ്മളെ സ്വാധീനിക്കുന്ന വലിയൊരു ഘടകമായിരുന്നു. ഇന്ന് പിയർ ഗ്രൂപ്പ് പോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ഒരു നെറ്റ്വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏറ്റവും കുഞ്ഞുങ്ങളെ മുതൽ വളരെ ശക്തമായി സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ശരിയാണോ? ആണോ? അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പം മാതാപിതാക്കൾ പറയുന്നതും ടീച്ചേഴ്സ് പറയുന്നതും നമ്മൾ പരിഗണിക്കുന്നത് ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നിർത്തുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് നമുക്ക് കൂടുതലും ഇപ്പോൾ ഈ 2 കാര്യങ്ങളെയും ഒരേപോലെ കരുതാൻ പറ്റാത്തതും, മാതാപിതാക്കൾ പറയുന്നത് മുഴുവൻ അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റാത്തതും, ടീച്ചേഴ്സ് പറയുന്നത് മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റാത്തതും, അതിനപ്പുറത്ത് നമ്മൾ അപ്രതീക്ഷിതമായി പോലും ചെയ്തു പോകുന്ന വലിയ ദുരന്തങ്ങളുടെ വഴികളിലേക്ക് പെട്ടെന്ന് കുതിച്ചു ചാടുന്ന രീതിയിൽ മക്കൾ ആയിപ്പോകുന്നു. അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സ്വാധീനം, ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ഈ കുഞ്ഞുങ്ങളെ ഇത്തരത്തിലുള്ള തെറ്റുകളിലേക്ക് അല്ലെങ്കിൽ അനുസരണക്കേടുകളിലേക്ക്, ഈ പെട്ടെന്ന് അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കുറ്റങ്ങളിലേക്ക്
എങ്ങനെയാണ് തള്ളിവിടാനുള്ള സാധ്യത സിസ്റ്ററിന് തോന്നുന്നു? എനിക്കതിനെ പൂർണ്ണമായിട്ടും അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ കുട്ടികളെ ഇപ്പോൾ പഴയ ഒരു സുരക്ഷിതത്വത്തിൽ അവർ എത്തുന്നില്ല എന്നുള്ളത് സത്യമാണ്. കാരണം ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു 7ാം ക്ലാസ്സുകാരി പെൺകുട്ടി എന്നോട് പറയുകയാണ്, എൻ്റെ മമ്മി വീട്ടിലില്ലാത്തപ്പോൾ എൻ്റെ പപ്പയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. എനിക്ക് ജീവിതത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ ആ സ്നേഹത്തെ കണ്ടിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടാണ്. പക്ഷേ ഈ കുട്ടി കൗൺസിലിങ്ങിന് വളരെ വിഷമിച്ചത് പറയുമ്പോൾ ആ സ്നേഹവും ഞാൻ വിചാരിച്ച സ്നേഹവും രണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ കുട്ടിയോട് അതിനെക്കുറിച്ച് എലാബറേറ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയില്ലാത്ത സമയത്ത് കുട്ടി വീട്ടിൽ സുരക്ഷിതയല്ല. ഇങ്ങനെയൊക്കെ ഒത്തിരിയേറെ കേസുകൾ നമ്മളതൊന്നും ഒരിക്കലും മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നില്ല, കുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അനുവദിക്കുന്നില്ല. പക്ഷെ ഒത്തിരിയേറെ കേസുകൾ അങ്ങനെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഇന്ത്യ ഒരു ഐക്യരാഷ്ട്ര സംഘടനയിലെ അംഗമായതുകൊണ്ടും അതിനാൽ തന്നെ നമ്മൾ നിയമത്താൽ കുട്ടികളുടെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. കുട്ടികളുടെ ഒരു ലെവലിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. കുഞ്ഞുങ്ങളെ ശാരീരികമായി, മാനസികമായി, ലൈംഗികമായി ഒക്കെ ഒത്തിരിയേറെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷെ അത് എപ്രകാരമാണ് കുട്ടികൾ എടുക്കുന്നത്? എല്ലാത്തിനും ഒരു ഗുണവും ദോഷവും ഉണ്ടല്ലോ. ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് ഇവരെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് നല്ല വ്യക്തിത്വങ്ങളായിട്ട് വളർത്തിക്കൊണ്ട് വരണം. അതിന് ഗവൺമെൻറ് ശ്രദ്ധ കൊടുക്കുന്നു. അതിനു വേണ്ടിയുള്ള എക്സ്പെൻസ് കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാണ്. ഇപ്പോൾ കോടതിയിലൊക്കെ വരുന്ന എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള പ്രോബ്ലമുള്ള കുട്ടികളെ മാറ്റിപ്പാർപ്പിക്കാനും ഈവൻ പോലീസ് സെക്യൂരിറ്റി കൊടുക്കാൻ പോലുമുള്ള പണം ഒക്കെ ഗവൺമെൻറ് തരുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് ഗവൺമെൻറ് അത് പോസിറ്റീവിലാണ് കാണുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ദുരുപയോഗം നടക്കുന്നുണ്ട്, അത് മനസ്സിലാക്കുന്നു. കാരണം ഈ സബ്സ്റ്റൻസ് അബ്യൂസ്, ലഹരി വസ്തുക്കളുടെ പ്രത്യേകിച്ച് കഞ്ചാവ്, ഇങ്ങനെയുള്ള കഞ്ചാവ് കടത്തലൊക്കെ ഒത്തിരി കേരളത്തിൽ നടക്കുന്നു. അത് കുട്ടികളുടെ സ്കൂൾ ബാഗിൽ വെച്ചാണ് കടത്തുക. ഒരു കുട്ടിയെ കിട്ടിയപ്പോൾ അവനോട് ചോദിച്ചത് എങ്ങനെയാണ്, കണ്ടാൽ നല്ല മിടുക്കനായ ഒരു കൊച്ച്, നന്നായി പഠിക്കുന്ന കൊച്ചായിരുന്നു. പക്ഷേ ആ ആൺകുട്ടിയെ സംബന്ധിച്ച് അവൻ പഠനത്തിലൊക്കെ ഡ്രോപ്പ് ഔട്ടായിപ്പോയി. അവൻ ചെയ്യുക, തേനിയിൽ നിന്നൊരു സ്കൂൾ ബാഗിൽ കഞ്ചാവ് വെച്ചുകൊണ്ട് കട്ടപ്പനയെ വന്ന് ഇറങ്ങും. അവിടെ നിന്ന് കയറ്റിവിടുന്ന ആരാന്ന് കൊച്ചിനറിയത്തില്ല. കുട്ടിയോട് പറയുന്നത്, വണ്ടിക്കൂലി ഞാൻ എടുത്തിട്ടുണ്ട്, കട്ടപ്പന ഇത് കൊണ്ടുപോയി എത്തിച്ചാൽ അവിടെ ഒരു ചേട്ടൻ വന്ന് വാങ്ങിക്കും. ആ ചേട്ടൻ വന്ന് വാങ്ങിച്ചു കഴിയുമ്പോൾ 500 രൂപ നിൻ്റെ പോക്കറ്റിൽ ഇട്ട് തരും. അപ്പോൾ ഈ കുട്ടിയെ വെച്ചുകൊണ്ട് ദുരുപയോഗിക്കുന്ന ഒരു വൻ സംഘമുണ്ട്. കുട്ടിയെ പിടിച്ചാൽ അവന് ശിക്ഷ ഇളച്ചു കൊടുക്കുമെന്നുള്ളത് അറിയാവുന്നത് കൊണ്ടുമൊക്കെ ആ രീതിയിൽ കുട്ടികളെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടീച്ചേഴ്സിനെയും പേരൻസിനും ഒക്കെ എതിരായിട്ട് കേസ് പോകുന്നു. അത് ഒരു വശത്ത് മുഴുവനും അതനുസരിച്ച് പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും കയ്യിൽ തെറ്റുള്ളതായിരിക്കുകയില്ല. ഞങ്ങളുടെ മുൻപ് വന്ന കേസുകൾ, അത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലേക്കാണ് ഈ കേസുകൾ പോകുന്നത്. ഞാൻ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മെമ്പറാണ്. പക്ഷേ എൻ്റെ തന്നെ സിസ്റ്റർ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ആ ഫീൽഡിനെക്കുറിച്ച് അറിയാം. അവിടെ വന്ന് കംപ്ലയിൻറ്റ് ചെയ്താൽ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കോ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിനോ ചൈൽഡ് കമ്മീഷനോ അടങ്ങിയിരിക്കാൻ പറ്റില്ല. അതേക്കുറിച്ച് അന്വേഷിച്ചേ പറ്റുള്ളൂ. അതിനുവേണ്ടി മാത്രം നിയുക്തരായിരിക്കുന്നവരാണല്ലോ അവർ. അപ്പോൾ അന്വേഷിക്കുമ്പോൾ ഇതിൽ റെയർ കേസ് പേരൻസ് ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസോർഡറുള്ള പേരൻസ് കുട്ടികളെ അമിതമായി ശിക്ഷിക്കുന്നു, ദുരുപയോഗിക്കുന്നു പല മേഖലയിൽ. ടീച്ചേഴ്സിലും അങ്ങനെ ചില, അതായത് എന്തും കുട്ടികളോട് പറയാം, എന്തും ചെയ്യാമെന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അത് നന്മയാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതിനെ മുതലെടുക്കുന്ന വേറെ റെയർ കേസുണ്ട്, അത് ഐ അക്സെപ്റ്റ്. പക്ഷേ ഗവൺമെൻറ് ആഗ്രഹിക്കുന്ന ഒരിക്കലും അതിലേക്കല്ല. അതൊരു മിസ്യൂസിങ് മേഖലയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. സിസ്റ്റർ ആ മേഖലയോട് ചേർന്ന് നിന്ന് സംസാരിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഡീൽ ചെയ്യുന്നതുകൊണ്ടാണ് സിസ്റ്ററിന് അങ്ങനെ പറയാനായിട്ട് സാധിക്കുന്നത്. മക്കളുടെ മൈൻഡിൽ നിന്ന് എന്താണ് നിങ്ങളുടെ ഒരു പ്രതികരണം? എന്താണ് ഇപ്പം ഇവിടെ ചാവറേച്ചൻ്റെ ഈ ഒരു വാക്ക് എന്ന് പറയുന്നത് മാതാപിതാക്കളെ അനുസരിക്കുക എന്നാണ്. മാതാപിതാക്കളെ ധിക്കരിക്കരുത് എന്നാണ് അതിൻ്റെ മറുവാക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ പറയുന്നത് മക്കൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്നാണ്. ഓക്കെ, അപ്പം മാതാപിതാക്കൾ അതിനകത്ത് അല്പം ഡൈല്യൂട്ടഡായി, അല്പം വെള്ളം ചേർത്ത് വളരെ മിനിമൈസ് ചെയ്തുള്ള ഉപദേശങ്ങൾ മാത്രം നിങ്ങൾക്ക് തന്നാൽ മതി എന്ന് ഇന്നത്തെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെയോ അല്ലെങ്കിൽ ചൈൽഡ് റൈറ്റ് ആക്ടിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കുഞ്ഞുങ്ങളെ ഒരു തരത്തിലും മനസ്സിനെ വേദനിപ്പിക്കാതെ, മുറിപ്പെടുത്താതെ, ഉപദേശ രൂപേണ, റിക്വസ്റ്റ് രൂപേണ മാത്രമേ സംസാരിക്കാവൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല വീടുകളിലും അതൊന്നും പ്രായോഗികമല്ല. പക്ഷേ മാതാപിതാക്കൾ ഒരു കാര്യം മക്കളോട് പറയുമ്പം, നിങ്ങൾക്ക് വഴിപിഴയ്ക്കരുത്, നിങ്ങൾ ഇന്നത് ചെയ്താൽ നിങ്ങൾ നന്നായി വരും. അധ്യാപകർ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ഈ രീതിയിൽ പെരുമാറിയാലേ നിങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ, നന്നായി വരികയുള്ളൂ എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ച അധ്യാപകരാണത് പറയുന്നത്, അല്ലാതെ ആദ്യമായിട്ട് പഠിപ്പിക്കാൻ വരുന്നവരല്ല. അങ്ങനെ ആണെങ്കിൽ പോലും
എത്രയോ ജീവിതാനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ സിസ്റ്റർ ഒരുപക്ഷെ ഇത്തരത്തിൽ ഒത്തിരിയേറെ കുഞ്ഞുങ്ങളെ കണ്ടും കേട്ടും പരിശീലനം കൊടുത്തുമൊക്കെ പരിചയമുള്ള ഒരാളാണ് സിസ്റ്റർ ബീന. ഇന്നത്തെ കുഞ്ഞുങ്ങൾ നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ച സാഹചര്യമല്ല അവർക്കുള്ളത്. അവരെ സ്നേഹിച്ച് പരിപാലിച്ചാൽ അവരെന്തും ചെയ്യും. പക്ഷേങ്കിൽ അവരൊന്ന് മനസ്സിലാക്കണം, മുതിർന്നവർ പറയുന്നത് അനുസരിച്ച് പോയാൽ അവർക്ക് ദൈവാനുഗ്രഹമുണ്ടാകും, നല്ല ഒരു ഭാവി അവരുടെ മുമ്പിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഭാവിയെക്കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ വീണ്ടും വിചാരമില്ല. ഇന്ന് കാണുന്നത് ഇന്നവർ കാണുന്നു, പോകുന്നു. പക്ഷേ മുതിർന്നവർ പറയുമ്പോൾ അവർ പലവിധത്തിലുള്ള ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുമ്പോൾ അത് അവരുടെ നല്ല ഭാവിക്ക് ഉപകരിക്കുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മാതാപിതാക്കളുടെ ആ ഒരു മനോഭാവം, അതായത് മക്കൾ ഉപദേശങ്ങളിലൂടെ നന്നാകും, അല്ലെങ്കിൽ അവരെ കൃത്യസമയത്ത് അവരെ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയാൽ അവർ നന്നാകും എന്നുള്ളതിനോട് മക്കൾ പല രീതിയിലാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. അവരോട് വളരെ സോഫ്റ്റായിട്ട് ഇടപെടണം, അവരോടത് പറയാനുള്ള മുഴുവൻ അവകാശങ്ങളും അങ്ങനെ തന്നെ പ്രയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നൊരു പുതിയ തലമുറയോട് എങ്ങനെയാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്? സോഫ്റ്റായിട്ട് മാത്രം കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കുകയില്ല. ഉള്ള കാര്യങ്ങളുള്ളതുപോലെ പറഞ്ഞു തന്നെങ്കിലേ കുട്ടികൾ നന്നാവുകയുള്ളൂ. അപ്പോൾ സോഫ്റ്റായിട്ട് പറയേണ്ട കാര്യങ്ങൾ സോഫ്റ്റായിട്ട് പറയണം, കുറച്ചും കൂടെ ഹാർഡായിട്ട് പറയേണ്ടത് ഹാർഡായിട്ട് തന്നെ പറയണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്ന് നമുക്കറിയാം ഒരുപാട് ദുരുപയോഗങ്ങൾ കുട്ടികളുടെ ജീവിതത്തിലുണ്ടാകുന്നുണ്ട്. മറ്റുള്ളവർ അല്ലെ പുറമേ ഉള്ളവരൊക്കെ പറയുന്നത് അന്ധമായിട്ട് വിശ്വസിച്ച് അവർ ചാടിപ്പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് വ്യത്യസ്ത മതത്തിലുള്ളവരുമായിട്ടുള്ള വിവാഹങ്ങൾ, അല്ലെങ്കിൽ അവരെ പ്രലോഭിപ്പിച്ച് കാര്യങ്ങൾ നടത്തുന്ന കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മുതിർന്നവർ പറയുന്നത് ഒത്തിരി വിലയുള്ള കാര്യങ്ങളായിരിക്കും. നമ്മൾ ഇപ്പോൾ കാണുന്നതല്ല ജീവിതം എന്നുള്ളത് കുട്ടികൾ മനസ്സിലാക്കിയെടുക്കണം. തീർച്ചയായിട്ടും കുറച്ചുകൂടി ഗൗരവമുള്ള ഒരു ചിന്തയിലേക്കാണ് സിസ്റ്ററിൻ്റെ വാക്കുകൾ കൊണ്ട് എത്തിച്ച് നിർത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒരു വീട്ടിലെ സാഹചര്യത്തിൽ മാതാപിതാക്കൾ, മക്കൾ അത് തിരുക്കുടുംബം പോലെ വിശുദ്ധമായൊരു കുടുംബജീവിത പശ്ചാത്തലത്തിൽ നിലനിൽക്കണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ചാവറ പിതാവ് ഇത്തരത്തിലുള്ള ഒരു ഉപദേശം എഴുതിയത്. ഇന്ന് 150-160 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ചാവറ പിതാവിൻ്റെ ഈ ഒരു ഉപദേശം വായിക്കുമ്പോൾ അത് ജീവിക്കുന്ന മക്കൾ നിങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇന്ന് ഈ വിഷയങ്ങളെപ്പറ്റി നമ്മൾ സംസാരിച്ചത്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ് തന്നത്. മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഒരിക്കലും മക്കളുടെ നാശം ആഗ്രഹിക്കുന്നില്ല, ശരിയല്ലേ? നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ജീവിതത്തിൽ. അതും സിസ്റ്റർ പറഞ്ഞ പോലെ നല്ല വഴിയിലൂടെ തന്നെ വളർന്നു വരണം. അതാണ് മാതാപിതാക്കളുടെ ആഗ്രഹം. ആ ഒരാഗ്രഹം പ്രകടിപ്പിക്കുന്ന രീതിക്ക് ഓരോരുത്തർക്ക് തമ്മിലും വ്യത്യാസമുണ്ട്, അല്ലേ? ഇപ്പോൾ അത് ഓരോ കുഞ്ഞിനോട് പ്രകടിപ്പിക്കുമ്പോഴും വ്യത്യാസമുണ്ട്. ഞാൻ മാതാപിതാക്കൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കാറുണ്ട്, എത്ര മക്കളുണ്ട്? അപ്പം 3 മക്കളുണ്ട്, അല്ലെങ്കിൽ 4 മക്കളുണ്ട്, ആരോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കുമ്പം അപ്പനമ്മയും പറയാം, അങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാവരോടും ഒരുപോലെയാണ്. എല്ലാവരെയും ഒരുപോലെയാണോ സ്നേഹിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവരിങ്ങനെ ശങ്കിച്ച് നിൽക്കാറുണ്ട്. എന്താണ് മോളുടെ അഭിപ്രായം? ഒരു വീട്ടിൽ, നിൻ്റെ വീട്ടിൽ എത്ര പേരുണ്ട്? എൻ്റെ വീട്ടിൽ 3 മക്കളുണ്ട്. നിൻ്റെ പപ്പയ്ക്കും മമ്മിക്കും നിൻ്റെ വീട്ടിലെ 3 പേരോടും ഒരുപോലെയാണ് അവർ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും എല്ലാവരോടും ഒരുപോലെ തന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വീട്ടിലും അങ്ങനെ തന്നെയാണ്. വീട്ടിലങ്ങനെയാണ്, എല്ലാവരോടും ഒരുപോലെ സ്നേഹിക്കുന്നു, ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് സ്നേഹിക്കുന്നു. പിന്നെ ഇളയവനുണ്ട്, അവനോട് ചിലപ്പം ഒത്തിരി അവനെ വഴക്കു പറയാതെ അവന് ചെറിയ കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കാൻ ഞങ്ങളോട് പറയാറുണ്ട്. അവൻ ഇളയതാണ്, അനിയനാണ്. അപ്പം അവനോട് എപ്പോഴും വിട്ടു ചെയ്യണം. അവൻ ഇപ്പോൾ 3ാം ക്ലാസ്സിൽ. അപ്പം അവനോട് കുറച്ച് വിട്ടു ചെയ്യണം എന്ന് പറയാറുണ്ട്. മോളുടെ അഭിപ്രായം എന്താണ്? എല്ലാവരോടും ഒരേപോലെ തന്നെ സ്നേഹം പ്രകടിപ്പിക്കണം എന്നാണോ മാതാപിതാക്കൾ? എല്ലാവരോടും ഒരുപോലെ പ്രകടിപ്പിക്കണം, പക്ഷേ എല്ലായിടത്തും അത് നടക്കുന്നില്ല. ചിലവർക്ക് ഇളയ കൊച്ചിനോടായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ഒരു പെണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു പെൺകൊച്ചിനോടായിരിക്കും കൂടുതൽ ഇഷ്ടം. പക്ഷെ അതൊക്കെ സഹോദരങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നില്ല, അത് പേരൻസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവർ ആരെയും കൂടുതലായിട്ട് സ്നേഹിക്കുന്നില്ല. പ്രായത്തിനനുസരിച്ചാണ് സ്നേഹം പുറമേ പ്രകടിപ്പിക്കുന്നത്. ഓരോ കുഞ്ഞിൻ്റെയും പ്രായത്തിനനുസരിച്ചാണ് മാതാപിതാക്കൾ സ്നേഹം പുറമേ പ്രകടിപ്പിക്കുന്നത്. എല്ലാവരുടെ സ്നേഹമുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഞാൻ സാധാരണഗതിയിൽ മാതാപിതാക്കളോട് സംസാരിക്കുമ്പം എല്ലാ മക്കളെയും ഒരുപോലെ സ്നേഹിക്കരുത് എന്നാണ് എൻ്റെ ഒരു നിർദ്ദേശം. എന്ന് പറയുമ്പോൾ
ഒരു വീട്ടിൽ 4 മക്കളുണ്ടെങ്കിൽ 3 മക്കളുണ്ടെങ്കിൽ 3 പേരും അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള വളർച്ചയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന സ്നേഹത്തിൻ്റെ അളവ് അത് വ്യത്യാസമാണ്. അതിനനുസരിച്ച് കൊടുക്കാൻ പക്വതയുള്ള മാതാപിതാക്കളുടെ വീടുകളിൽ മാത്രമാണ് മക്കൾ ഒരേപോലെയുള്ള സ്നേഹം അനുഭവിച്ച് വളരുള്ളൂ. എന്താണ് നിൻ്റെ അഭിപ്രായം? മാതാപിതാക്കളുടെ സ്നേഹം നമുക്ക് ലഭിക്കുന്നതിൻ്റെ അളവ് ഓരോ വീട്ടിൽ എത്ര സഹോദരങ്ങളുണ്ട്? എനിക്കൊരു ചേട്ടനാണുള്ളത്, ആ, അജയ് എന്നാ പേര്. ഓക്കെ. എൻ്റെ അഭിപ്രായത്തിൽ എന്നെ കൂടുതൽ സ്നേഹിക്കണം എന്നാണ് എൻ്റെ ഇത്. കാരണം ഓരോ മക്കൾക്കും അവരെ നന്നായിട്ട് നോക്കണം. അപ്പോൾ എല്ലാവർക്കും അവർക്ക് കൂടുതൽ സ്നേഹം വേണമെന്നൊക്കെ അല്ല അവർ വിചാരിക്കുക. അത് മുമ്പേ നമ്മുടെ ഒരു കൂട്ടുകാരി പറഞ്ഞതുപോലുള്ള ഒരു ചിന്തയുടെ ബാലൻസ് ആയിട്ട് വരുമോ? അതായത് അംഗസംഖ്യ കുറയുന്ന വീടുകളിൽ വിദ്യാർത്ഥികൾ സെൽഫ് സെൻറ്റേഡായി ഒരല്പം ഈഗോയിലേക്ക് കോൺസെൻട്രേറ്റഡ് ആകുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നിനക്ക് അതിനെ തോന്നുന്നുണ്ടോ? കൂടുതൽ മക്കളുള്ള വീടുകളിലെ മക്കൾ ഷെയർ ചെയ്തപ്പോൾ സ്നേഹം വിഭജിക്കപ്പെടുന്നതിൻ്റെ ഒരു സൂചന പറഞ്ഞു. നീ പറഞ്ഞത് വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു കമൻറ്റാണ്. നിന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ചേട്ടനെ പിന്നെ ആര് സ്നേഹിക്കും? അല്ല, എൻ്റെ അഭിപ്രായത്തിൽ എന്നെ സ്നേഹിക്കണം. ചേട്ടൻ്റെ ചേട്ടനെ സ്നേഹിക്കണം. അവർ രണ്ടുപേരെയും സ്നേഹിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് വളരെ നല്ലൊരു ചർച്ചയാണ് ഇപ്പോൾ നമ്മൾ നടത്തിയത്. അതായത് മാതാപിതാക്കൾ നമ്മൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ അത് തമ്പുരാനിൽ നിന്ന് തന്നെ വരുന്ന നിർദ്ദേശങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അതേസമയം നമ്മൾ ചർച്ചയിൽ നമ്മൾ സംസാരിച്ചത് മാതാപിതാക്കൾ മക്കളോട് ഇടപെടുമ്പോൾ അത് അവർക്ക് കൂടി അവരെ ആദരിക്കുന്ന രീതിയിൽ, വ്യക്തി എന്ന രീതിയിൽ ആദരിക്കുന്ന രീതിയിലാവണം. അങ്ങനെ അല്ലാതെ വരുന്ന ഇടങ്ങളിൽ കുടുംബങ്ങളിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും, മക്കൾ നേരെ ചൊവ്വേ വളരുകയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. നിങ്ങളെല്ലാവരും വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. നമുക്ക് സിസ്റ്റർ ഇതിന് ഒരു ഉപസംഹാരമായി എങ്ങനെയാണ് ഇതിനെ ഈ ചർച്ചയെ കാണുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സമാപിക്കാം. എനിക്ക് ഇതിനെ ഈ ക്ലാസ് അല്ല ഈ ഒരു സെക്ഷൻ കേട്ടതിൽ നിന്നും എനിക്ക് പറയാനുള്ളത്, ഇവിടെ കുട്ടികളുടെ സ്വരം നമ്മൾ കേട്ടു. ആ സ്വരം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കുറച്ചുകൂടി ഞങ്ങളുടെ മാതാപിതാക്കൾ റെസ്പെക്റ്റ് ചെയ്യണം, മനസ്സിലാക്കണം എന്ന് കരുതി അവർ പറയുന്നില്ല മാതാപിതാക്കൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്നില്ല. അവർ സ്നേഹിക്കുന്നവരുടെ മാതാപിതാക്കളെ ഇല്ലേ, അവർ സ്നേഹിക്കുന്നവരുടെ മാതാപിതാക്കളെ. അപ്പോൾ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് അത്രയും ഒരു കൺസേൺ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും നമ്മുടെ ടീച്ചറായ സിസ്റ്റർ പറഞ്ഞു അവരെ ഒന്ന് അക്സെപ്റ്റ് ചെയ്തു എന്ന് തോന്നിയാൽ വരാൻ പോകുന്ന കാര്യങ്ങളൂടെ അവർ നേരെ മുമ്പോട്ട് വന്ന് ചെയ്തു കൊടുക്കുമെന്ന്. അതുപോലെ ഈ കുഞ്ഞുങ്ങളെ നേടിയെടുക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കും. മാതാപിതാക്കളെ തീർച്ചയായിട്ടും അവർ ബഹുമാനിക്കും. അങ്ങനെ ചാവറപ്പിതാവ് വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ തിരുസഭ വിഭാവനം ചെയ്യുന്ന നല്ല കുഞ്ഞുങ്ങളായി ഭാവിയിൽ സഭയ്ക്കും ലോകത്തിനും വളരെ നല്ല ഭാവിയുള്ള മക്കളായി മോഡലായിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് തീരാൻ സാധിക്കുമെന്നാണ് ഇവരെ ശ്രവിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും 4-ാം പ്രമാണം ലംഘിക്കരുത് എന്ന ചാവറപ്പിതാവിൻ്റെ ഉപദേശം ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു. ജന്മം നൽകിയ മാതാപിതാക്കൾ ദൈവങ്ങളാണ്, ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. അവർക്ക് എനിക്ക് ജന്മം നൽകാനായിട്ട് ദൈവം അവരെ തിരഞ്ഞെടുത്തെങ്കിൽ അവരുടെ കർമ്മങ്ങളിൽ പങ്കുചേർന്ന് അവർ നൽകുന്ന ശിക്ഷണം സ്വീകരിച്ച്, ഭക്ഷണം മാത്രമല്ല ശിക്ഷണവും സ്വീകരിച്ച്, ശിക്ഷണവും ഭക്ഷണം തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് രണ്ടും കൂടെ ചേർന്നാൽ മാത്രമേ എൻ്റെ ആത്മാവും ശരീരവും ഒരുപോലെ വളരുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് മാതാപിതാക്കൾക്ക് മനസ്സും ശരീരവും അർപ്പിച്ച് വളരുന്ന നല്ല മക്കളായി ആകാശമോക്ഷത്തിൻ്റെ സാദൃശ്യമുള്ള കുടുംബത്തെ രൂപപ്പെടുത്താനുള്ള മക്കളുടെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തുകൊണ്ട് വളരുന്ന മക്കളായി ഒരു പുതിയ തലമുറ നമ്മുടെ കുടുംബങ്ങളിൽ രൂപപ്പെടട്ടെ എന്ന ഒരു പ്രാർത്ഥനയാണ് ഈ എപ്പിസോഡ് പ്രേക്ഷകർക്ക് മുമ്പിൽ വയ്ക്കുന്നത്. ഞങ്ങളോടൊപ്പം ഈ ചിന്തയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ ഒരു സതുദ്ദേശപരമായ നിയോഗം ഏറ്റുവാങ്ങാനുള്ള കരുത്ത് ലഭിക്കട്ടെ. നല്ല കുടുംബങ്ങൾ, അപ്പനും അമ്മയും മക്കളും സ്നേഹത്തിൽ വളരുന്ന നല്ല കുടുംബങ്ങൾ ഇവിടെ പിറവിയെടുക്കട്ടെ. അത് ഭദ്രമായൊരു സമൂഹത്തെ പടുത്തുയർത്തട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയപൂർവ്വമായ നന്ദി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.